ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് റുഷ്ദ ആൻഡ് റിയാർ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്ന് കുറച്ച് അധികം ക്ലീൻ ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അടിച്ചു വാരി തുടയ്ക്കേണ്ട ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് അടിച്ചു വാരാണ് കേട്ടോ. തുടയ്ക്കുന്നത് ഉമ്മയാണ്, അതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അടിച്ചു വാരൽ മാത്രമല്ല, പിന്നെ എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ അവിടെ ഒരു ടേബിൾ ചെരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അത് മോന് സ്റ്റെപ്പ് കയറി മേലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഇട്ടതാട്ടോ. അവന് രാത്രി ഉറങ്ങിയാൽ നമ്മൾ ആ ടേബിൾ മാറ്റി പഴയ പോലെ ഇടും, പിന്നെ രാവിലെ വന്നിട്ട് അത് തിരിച്ചിടും കേട്ടോ. പിന്നെ ഞാൻ ലിവിങ് റൂമിൽ വന്നു. അയ്മൻ്റെ സൈക്കിളൊക്കെ ഇവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ നന്നായിട്ടൊന്ന് അടിച്ചു വാരാമെന്ന് വിചാരിച്ചിട്ട് എല്ലാ ഫ്ലേവർ വൈസും ഒക്കെ മാറ്റി വെച്ചിട്ട് ക്ലിയർ ആക്കിയിട്ട് അടിച്ചു വാരിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് കേട്ടോ. ചീസൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള നല്ല അടിപൊളി സ്പൈസി നൂഡിൽസാണ്. ബട്ട് അതിൽ ചീസ് ഇട്ടതുകൊണ്ട് നമ്മുടെ എരിവൊക്കെ കുറേ അങ്ങ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നൂഡിൽസൊക്കെ കഴിച്ച് കിച്ചണിലേക്ക് പോകുമ്പോൾ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ലഞ്ചിന് ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും മഞ്ഞച്ചോറൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കിച്ചണൊന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ മുന്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പം അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ അത് കേക്ക് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. ഫ്രൂട്ട്സ് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇവിടെ ആരും കഴിക്കത്തില്ല കേട്ടോ. കാരണം ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ കുറേ ദിവസം കഴിഞ്ഞായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പം തന്നെ കേട് വന്നിട്ടുണ്ടാകും. അതിനേക്കാൾ നല്ലത് വാങ്ങി ഒരു ദിവസത്തിനകം നമ്മൾ അതൊക്കെ കഴിച്ച് തീർത്താൽ നമുക്ക് വേസ്റ്റ് ആക്കേണ്ടി വരില്ലല്ലോ. മുന്തിരി നമുക്ക് കഴിക്കുകയും ചെയ്യാം, സ്ട്രോബെറി നമുക്ക് ജ്യൂസ് അടിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ ജ്യൂസ് അടിക്കാൻ വേണ്ടി കേക്ക് എല്ലാ സംഭവവും സെറ്റാക്കിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാല് കഴിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം പിന്നെ അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മുന്തിരിയൊക്കെ കേൾക്കാനെടുത്തപ്പോഴാണ് കേട്ടോ ഞാൻ ഈ കാണുന്നത്. മുന്തിരിയൊക്കെ ഫ്രീസായിട്ടുണ്ട്. പറയുമ്പോൾ നമ്മൾ ഫ്രീസറിൽ പോലെയല്ല വെച്ചിട്ടുണ്ടായിരുന്നത്. ഫ്രിഡ്ജിന് എന്തോ പറ്റി ഗൈസ്, അത് പോട്ടെ. എന്തായാലും ഞാൻ മുന്തിരിയൊക്കെ നല്ല വൃത്തിയായിട്ട് കേൾക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ അലക്കിയത് മടക്കി വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റൂമിൽ ലൈറ്റൊന്നും ഇടാത്ത കാരണം മോൻ ഉറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലൈറ്റ് ഇട്ട അപ്പോൾ അവന് ഉണരും. ഇപ്പം അവനെ ശല്യപ്പെടുത്തേണ്ട വിചാരിച്ചിട്ട് ലൈറ്റൊന്നും ഇടാതെ മെല്ലെ സൗണ്ട് ഉണ്ടാക്കാതെ എല്ലാ ഡ്രസ്സും മടക്കി വെക്കുകയാണ് കേട്ടോ. മടക്കി വെച്ചിട്ട് നേരെ കൊണ്ടുപോയി അൾമാരയിൽ വെക്കുകയാണ്. അങ്ങനെ അപ്പോൾ അവനെ ഉറങ്ങുമ്പം എനിക്ക് കഴിയുന്ന പണികളൊക്കെ ഞാനങ്ങ് തീർത്ത് വെക്കും. അവൻ എണീറ്റാൽ പിന്നെ അവൻ്റെ പുറകെ നമ്മൾ അവനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് ടൈം ഉണ്ടാവില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ഫേസ് പാക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഈ ഫേസ് പാക്കിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കടലപ്പൊടിയാണ് കേട്ടോ. കടലപ്പൊടി, ബ്രൂവിൻ്റെ ഒരു കോഫി പൗഡർ എടുത്തിട്ടുണ്ട്, പിന്നെ തൈരും. അപ്പോൾ ഇതെനിക്ക് റുഷ്ദ സജസ്റ്റ് ചെയ്തെന്നൊരു ഫേസ് പാക്കാണ് കേട്ടോ. ഞാൻ കുറേ കാലമായി ടേൺ മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ലൊരു ഫേസ് പാക്ക് കിട്ടുമോ നോക്കി നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് കുറച്ച് കടലപ്പൊടി ഇടുക. ഞാൻ 2 ടീസ്പൂണ് കടലപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് കോഫി പൗഡർ. ഇപ്പോൾ ടീസ്പൂണാണോ ടേബിൾ സ്പൂണാണോ എന്ന് കറക്റ്റ് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2 സ്പൂൺ കടലപ്പൊടി, പിന്നെ 1 സ്പൂൺ കോഫി പൗഡർ, ദെൻ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തൈര്. അപ്പോൾ അതിൻ്റെ കണക്ക് ഞാൻ പറയണില്ല. 1 സ്പൂണോ 2 സ്പൂണോ നമ്മൾ ഒഴിച്ച് കൊടുത്താൽ ചിലപ്പം മൊത്തത്തിലൊന്നും മിക്സായിന്ന് വരില്ല. അപ്പം അതൊക്കെ നിങ്ങളുടെ കണക്കിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് നന്നാക്കി മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമ്മുടെ ഫേസിലിടുക. അത് നന്നായിട്ട് ഉണങ്ങി, ഫേസൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കടലപ്പൊടിൻ്റെ വെള്ളം ഉണ്ടാക്കി കഴുകുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ പച്ചവെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ടാനും കാര്യങ്ങളൊക്കെ പോകാനുള്ള ഒരു നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ. എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് കേട്ടോ. വീഡിയോ എടുക്കുന്നുണ്ട്, കുറേ നേരമായിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്. വീഡിയോൻ്റെ ഇൻട്രോയിൽ പോലും തന്നെ കണ്ടില്ല അല്ലേ. അതാണ് ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഒരു അവസ്ഥ. ഡേ ഇൻ മൈ ലൈഫ് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഫുള്ള് വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും. ഓൺ വോയിസിൽ വരാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര നമ്മൾ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ക്ലീനിങ് ചെയ്യാണ് കേട്ടോ. പറയാൻ ഭയങ്കര ടാസ്ക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. പക്ഷേ ഈ ഒരു ഫേസ് പാക്കിൻ്റെ സംഭവം നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം അത്രയ്ക്കും എഫക്റ്റുള്ള സാധനമാണ് ഈ ഒരു ഫേസ് പാക്ക്. നമ്മൾ ഇത് ഉണ്ടാക്കിയത് റുഷ്ദ പറഞ്ഞിട്ട് ഉണ്ടാക്കിയ ഫേസ് പാക്ക് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവളിപ്പോൾ ചെറിയ കുട്ടിയല്ലേ, സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് ആരുടെയെങ്കിലും ഒരു വ്ളോഗ് കണ്ടിട്ട്
വെറുതെ ഉണ്ടാക്കി അതൊന്നും യൂസ്ഫുൾ ആവില്ല എന്നുള്ള ലെവലിൽ എൻ്റെ ഒരു മൈൻഡ് കേട്ടോ. അങ്ങനെ വെറുതെ ഉമ്മ ഇട്ടു, അവൾ ഫേസ് പാക്ക് ഇട്ടു. 10 മിനിറ്റ് കഴിഞ്ഞാൽ അവൾ ഫേസ് പാക്ക് കേകി കളഞ്ഞു. അതിലിൻ്റെ റബ്ബേ, അവളെ ടാന് ഫുള്ളും. ഞങ്ങൾ മിനിയാന്ന് ബേപ്പൂര് ഫെസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നു. നട്ടുച്ച സമയത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. മക്കളെ രണ്ടാളെയും കുടയിൽ ഇങ്ങനെ ഒതുക്കി, ഒരു കുടയെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്ന വഴിയിൽ നല്ല ടയേർഡായി പറഞ്ഞാൽ നല്ല ടയേർഡായി. പിന്നെ പിറ്റേ ദിവസം നോക്കുമ്പോൾ ഫുള്ള് സ്കിന്ന് ടാൻ അടിച്ച് കിടക്കണം ഗൈസ്. അത് ഇവൾ ഈ ഒരു സംഭവം, ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കി അവൾ ഫേസിലിട്ട് കാണിച്ച് തന്നപ്പോഴാണ് ഞങ്ങൾ കാണുന്നത് അവളുടെ ടാന് പകുതിയും പോയിട്ടുണ്ട്. പകുതിയല്ല, ഒരു 3/4 ഭാഗവും ആ ഒരു ടാന് പോയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നിങ്ങൾക്കും അത് കാണിച്ചു തരാമെന്ന്. കാരണം ഈ തൈര്, കടലമാവ്, പിന്നെ കോഫി പൗഡറിന് ഇത്രയും എഫക്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല. പ്രത്യേകിച്ച് നമ്മളെ ഈ തൈര് ഒരു സംഭവമാണ് ഗൈസ്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ റുഷ്ദ പറഞ്ഞിട്ടാട്ടോ. ഞാൻ കുറേ ഫേസ് പാക്ക് പരീക്ഷിച്ച് നോക്കിന്. കോഫി പൗഡർ വിത്ത് എന്താ പറയുക, കോഫി പൗഡറിൽ കടലമാവല്ല, കോഫി പൗഡർ വേറെ എന്തോ ഒരു സംഭവം ഇട്ടിട്ട് ഞാൻ കുറച്ച് ദിവസം മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ പാലും തക്കാളിയും എന്നുള്ള മിക്സ്, അങ്ങനെ കുറേ ഫേസ് പാക്ക് ട്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത്ര റിസൾട്ട് എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അവളുടെ ടാനൊക്കെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ടാൻ പോകാനുള്ള നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ ഈ ഒരു കടലമാവും തൈരും കോഫി പൗഡറും വെച്ചിട്ടുള്ള ഇത്. ഞാൻ പറയൂല കൂടുതൽ ബ്രൈറ്റൻ ആവും അല്ലെങ്കിൽ സ്കിൻ വെട്ടിത്തിളങ്ങും വെളുത്തിട്ട് പാറുന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ഉള്ള ടാന് നമ്മളത് നന്നായിട്ട് പോകും. അതെനിക്ക് നല്ല ഉറപ്പാണ്. കാരണം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ സംഭവമാണ് ഞാൻ പറയണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് തേക്കാം. Making me move from my head to my feet. My heartbeat, yeah, it's pumping so loud. It's the rhythm of love, baby, that I found when the music plays. I just can't. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ നമ്മുടെ ഫേസ് പാക്ക് ഞാൻ അത് കേകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മാറ്റം എന്നെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ ഫേസ് പാക്കൊക്കെ ഇട്ട് നമ്മുടെ കുറച്ച് ടാനൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ടാന് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ ഒരു മിറർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന്. റുഷ്ദ മീഷോന്ന് വാങ്ങിയിട്ടുള്ള മിററാണ് കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്തപ്പം ഇതിൻ്റെ ലുക്ക് കണ്ടില്ലേ, ഓൾ ഇൻ ഓൾ മാറിയിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ടുണ്ട്. ഇപ്പം ക്യാമറയിൽ വരെ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ, അടിപൊളി സാധനമാണ്. ഒരു ഹെക്സഗൺ ഷേപ്പിലുള്ള ഒരു മിററാണ് കേട്ടോ. അപ്പോൾ ലിങ്ക് കിട്ടുകയാണെങ്കിൽ, ഉറപ്പില്ല, കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ താഴെ കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഓക്കെ, അങ്ങനെ ഐമൺ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. കമോൺ എന്താ കയ്യിലെന്താണല്ലേ? കിറ്റിലുണ്ടോ ട്രൈ? ഐമൺ മാത്രമല്ല ഗൈസ്, ഇപ്പൊ ഫേമസ് ആണല്ലോ റുഷ്ദ. അറിയാം എനിക്ക്, എൻ്റെ പേരിലൊരു പാട്ട് വരെ ഇറങ്ങി. ഈ അറിഞ്ഞോ ആവുമല്ലോ, റുഷ്ദമോൾ. In some kind of way, I confess the rhythm. അങ്ങനെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. വൈകുന്നേരം ഒരു 6 മണി ആവാറായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു കഫേയിൽ വന്ന് ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. നമ്മൾ വിശന്ന് വലഞ്ഞതുകൊണ്ട് ഫുഡ് കഴിക്കുകയാണ്. റുഷ്ദൊന്നും സ്കൂൾ വിട്ട് വന്നിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ട്രൈപോഡ് വാങ്ങിക്കാനുണ്ടായിരുന്നു. കുറച്ച് ഹൈറ്റുള്ള ട്രൈപോഡില്ലേ, നമ്മളെ കയ്യിലുള്ള ട്രൈപോഡ് ചെറിയ ട്രൈപോഡാട്ടോ. അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. പക്ഷേ ഇവിടുന്ന് കിട്ടിയിട്ടില്ല ഗൈസ്. എന്താ പറയുക, നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ലെവലിലുള്ള ട്രൈപോഡ് ഇവിടുന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഏതായാലും വന്നതല്ലേ, കൊണ്ടോട്ടിയായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് കേക്ക് സ്റ്റുഡിയോയിൽ കയറിയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഈ കണ്ട ഫുഡുകളൊക്കെ ഞങ്ങൾ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ വന്നതാണ് കേട്ടോ. ഇവിടെ വന്ന് നമ്മളൊരു ട്രോളിയൊക്കെ സെറ്റ് ചെയ്ത് നമ്മളെ കുട്ടീനെ ട്രോളിയിലൊക്കെ ഇരുത്തിയിട്ടുണ്ട്. അവനെ ട്രോളിയിൽ ഇരുത്തിയാൽ തന്നെ നമുക്ക് സുഖമായിട്ട് ഷോപ്പിംഗ് ചെയ്യാം, അല്ലെങ്കിലൊക്കെ അവതാളത്തിലാവും ഗൈസ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഓഫറിൽ പല സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലുള്ള കേട്ടോ റുഷ്ദ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഡാർക്ക് ഫാൻറ്റസി. അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള വാങ്ങിക്കാറുണ്ടായിരുന്നു. നമുക്ക് ഉള്ളിവട ഉണ്ടാക്കണ്ടേ, അപ്പം അതിനുള്ള സവാള. പിന്നെ നമുക്ക് വേറെ പല ആവശ്യങ്ങൾക്കും സവാള വേണമല്ലോ.
അങ്ങനെ സവാള വാങ്ങിയതിന് ശേഷം നമ്മൾ ഫ്രൂട്ട് സെക്ഷനിലേക്ക് ഒന്ന് ജസ്റ്റ് തിരിഞ്ഞു നോക്കി. പിന്നെ നമ്മൾ വാങ്ങിക്കേണ്ടെന്ന് വിചാരിച്ചു, കാരണം അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ വീട്ടിലുണ്ട്. പക്ഷേ നമുക്ക് കിവി കണ്ടപ്പോൾ വാങ്ങിക്കാതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഗൈസ്. അപ്പം നമ്മൾ കിവി 2 ബോക്സ് കിവി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും വാങ്ങി നമ്മൾ ബില്ല് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.